ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി നാട്ടുമ്പുറ കാഴ്ചകളാണ് കേട്ടോ. എൻ്റെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ക്രിസ്മസ് ദിനത്തിലെ ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടുമ്പുറമൊക്കെ ഒന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കുറച്ച് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ഈ കോലം കണ്ടിട്ട് മനസ്സിലാവില്ലേ, വീട്ടിൽ ഇരിക്കുന്ന കോലത്തിൽ ഇറങ്ങിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു, വാ നമുക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേഗം ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ആ വരമ്പത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കഥ പറഞ്ഞു പോവാണ്. ഇത് അവരുടെ കുട്ടിക്കാലത്ത് ഇവിടെ നിറയെ പാടങ്ങളായിരുന്നു എന്നൊക്കെ. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഇങ്ങനെ തെങ്ങ് തന്നെയായിരുന്നു കേട്ടോ. തെങ്ങും നിറയെ വാഴയും ഒക്കെ ആയിട്ട് കുറേ മരങ്ങൾ അങ്ങനെ ഉണ്ട്. പിന്നെ കുറേ ഇടക്കൃഷി പോലെ കപ്പയും നടാറുണ്ട് കേട്ടോ. ഈ വരമ്പത്തൂടെ പോകുമ്പോൾ നല്ല രസമാണ്. നമുക്കിത് വരമ്പല്ലാതെ അപ്പുറത്ത് റോഡും ഉണ്ട്. പക്ഷേ ഈ വരമ്പത്തൂടെ പോകാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. തീവണ്ടിയുടെ പോകി പോകണക്കില്ലേ, എല്ലാവരും ഉണ്ട് കേട്ടോ. അവർ വിചാരിക്കും അവരുടെ വീട് ഖരാബോ ചെയ്യാൻ പോവുകയാണെന്ന്. അതേ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയനും ഏട്ടനും പിന്നെ അമ്മയുടെ അനിയത്തി ഫാമിലി ഞങ്ങളെല്ലാവരും പോകും. ചക്ക എവിടെ കണ്ടാലും ഞാൻ നോക്കും കേട്ടോ. എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ചക്ക എത്ര തിന്നാലും മതിയാവില്ല. വീട്ടിൽ നിന്ന് ഇപ്പോൾ ചക്ക തിന്നിട്ട് ഇറങ്ങിയതാണേ. വേവിച്ചതല്ല, പച്ചക്ക് വയ്ക്കാം. പച്ചച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതാ നമ്മുടെ നാട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. ഇത് മുഴുവൻ കുരുമുളകാണ്. ഇവിടെ അത്യാവശ്യം കുരുമുളക് കൃഷിയൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ഇത് നിറയെ കുരുമുളക് കായ്ച്ചിട്ടുമുണ്ട് കേട്ടോ. കുറച്ചൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ കുരുമുളക്. പിന്നെ ഇതാ കുറേ കവുങ്ങ് നിൽപ്പുണ്ട്. അടയ്ക്കയും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നിറയെ കവുങ്ങ് നിൽപ്പുണ്ട്. ഇതൊരു ചെറിയ കൈത്തോടാണ്. മഴ വരുമ്പോൾ ഇതിൽ നിറയെ വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഈ ഒരു കൈത്തോട്ടിൽ വന്നിട്ട് തുണി അലക്ക് കുളിക്കലും ഒക്കെ നടത്താറുണ്ട്. അതിന് മാത്രമുള്ള വെള്ളം വരാറുണ്ട് കേട്ടോ. ഇതാ നമ്മളിങ്ങനെ പാടത്ത് നിന്ന് കരയ്ക്ക് കയറി എന്ന് പറയാം. എന്താ പുറകെ ഒരു സെക്യൂരിറ്റിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം പതുക്കെ സ്ഥലമൊക്കെ നോക്കിയൊക്കെയാണ് വരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് അച്ഛയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അച്ഛയുടെ അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിതാ എല്ലാവരും എന്താ തിരിഞ്ഞു നോക്കി പോകുന്നതാണ് എൻ്റെ കുഞ്ഞാൻ്റി, അതായത് അമ്മയുടെ അനിയത്തി കേട്ടോ. എൻ്റെ അമ്മ ഏറ്റവും ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും എന്താ അച്ഛയുടെ അമ്മേനെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ അമ്മ ദാ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛയുടെ പെങ്ങളും ഫാമിലിയും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. പിന്നെ എല്ലാവരെയും കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ആയി അമ്മയുടെ അടുത്ത് പോയിട്ട്. ഞാൻ അമ്മ കേട്ടോ വിളിക്കുക. അമ്മയുടെ അടുത്ത് പോയിട്ട് കുറേ ആയി. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരും വന്നല്ലേ, എല്ലാവരും ഒന്നിച്ചിരുന്ന് കുറേ നേരം വിശേഷങ്ങളും കോമഡികളും ഒക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ അബദ്ധങ്ങളും എല്ലാം പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. അമ്മ അതാ കണ്ടോ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് വാതിൽക്ക് തന്നെ ഇരിപ്പുണ്ടെന്ന് ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, നിങ്ങൾ വരുമെന്ന്. അമ്മ അതുകൊണ്ട് അവിടെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അമ്മയോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങളായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് റിലേറ്റീവ്സിൻ്റെ അടുത്തൂടെ കയറാനുണ്ടായിരുന്നു. അവിടെ എല്ലാം പോയിട്ട് വന്നിട്ട് ദാ വീട്ടിൽ വന്നൊരു കട്ടനും കുടിച്ചിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. എനിക്ക് എപ്പോഴും ആ പേരടിച്ച് വീട്ടിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വഴിയിലെ കാഴ്ചകളും കാണാം, വീടിൻ്റെ അടുത്തെ കാഴ്ചകളും കാണാം. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അതിനിടയ്ക്ക് ദാ ഒരുത്തൻ എൻ്റെ ട്രീയിൽ തൂക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ പെറുക്കി അടിച്ച് മാറ്റി കൊണ്ടുപോവുകയാണ്. അതിനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.